ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ടിക്കറ്റ് കിട്ടാല്ല. അങ്ങനെ ഇന്നലെ രാത്രി 12 മണിക്ക് സ്പെഷ്യൽ ഷോക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഫാമിലിയുമായിട്ട് വാഴ 2 കാണാൻ പോയത്. പടം വലിയ ഹിറ്റാണെന്ന് അറിഞ്ഞു തന്നെയാണ് കേട്ടോ പടത്തിന് പോയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ കയറിയത്. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല എന്ന് മാത്രമല്ല, കുറേ കാലത്തിന് ശേഷം മനസ്സ് നിറഞ്ഞ് കണ്ട് ആസ്വദിച്ചൊരു സിനിമയാണിത്. സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിലെ എന്തൊക്കെയാടായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന സോങ് ഉണ്ടല്ലോ, അത് ആദ്യം യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പടം കണ്ടിട്ട് പിന്നീട് ആ പാട്ട് കാണുമ്പോഴാണ് ആ വൈബ് മനസ്സിലാവുന്നത്. പടം തുടങ്ങിയാൽ പിന്നെ ഒരിടത്ത് പോലും ലാഗ് അടിപ്പിക്കാതെ വിപിൻ ദാസും സാവിനും ചേർന്ന് അടിപൊളിയായിട്ട് ഇതിനെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ട അതേ ഹാഷിറിനെ തന്നെയാണ് കേട്ടോ ഈ പടത്തിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഹാഷിറിൻ്റെ പ്രണയവും സ്കൂൾ ലൈഫും ഒക്കെ അഭിനയിച്ചതാണെന്ന് തോന്നിപ്പിക്കാത്ത അത്ര സ്വാഭാവികമായിരുന്നു. ഹാഷിർ മാത്രമല്ല, ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയ ആ സ്പേസ് അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. സജിനും അജിനും തമ്മിലുള്ള ആ ബന്ധം, നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന അതേ അടിപിടി കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ആ പ്രവാസ ജീവിതം കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു പ്രവാസിയായിട്ട് അവിടെ പോയിട്ട് അനുഭവിച്ച ആൾക്ക് ശരിക്കും ഹൃദയത്തിൽ തട്ടുട്ടോ. അതുപോലെ തന്നെ അലനും അവൻ്റെ സഹോദരിയും സത്യത്തിലും നമ്മുടെ മുസ്ലിം ഫാമിലിയിൽ കണ്ടുവരുന്ന പെൺകുട്ടികളുടെ അതേ ഒരു ശൈലിയിലാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. പഴയകാല ബാലതാരാണെങ്കിലും നമ്മുടെ കുട്ടേട്ടൻ, നമ്മുടെ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ ആ പഴയ ബാലതാരം അരുൺ കുമാർ ഇതിൽ കുട്ടേട്ടനായി വന്ന് ശരിക്കും പൊളിച്ചടുക്കി. വാഴ 1-ാം ഭാഗം കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. എന്നാൽ വാഴ 2-ന്റെ കരുത്ത് വിപിൻ ദാസിന്റെ എഴുത്ത് തന്നെയാണ്. അതിലും ടച്ചിങ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സിനിമയിലെ എന്നെ ശരിക്കും അമ്പരിപ്പിച്ചത് ബിജുക്കുട്ടന്റെ പ്രകടനമാണ്. വിനായകന്റെ അച്ഛനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ആ കാസ്റ്റിംഗ് ഒക്കെ ശരിക്കും എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ശരിക്കുമുള്ള അച്ഛനാണെന്നുള്ളത് പലപ്പോഴും തോന്നിപ്പോവും. പണ്ട് നമ്മൾ വിഷു ആവുന്ന സമയത്ത് ഒരുപാട് വട്ടം കണ്ട് ചിരിച്ചിട്ടുള്ളൊരു വൈറൽ വീഡിയോ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കാൻ പോയി അച്ഛൻ പേടിച്ച് ഓടി വീഴുന്ന ആ ഒരു രംഗം. ആ സീൻ ഈ സിനിമയിൽ ബിജുക്കുട്ടനെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹേർട്ട് ടച്ചിങ് ആയിട്ട് നമ്മൾ കരഞ്ഞു പോകും. കുറേ അടി പിടി കോളേജ് സീന് മാത്രമുള്ളൊരു പടമല്ല, നല്ല ഒരു മെസ്സേജ് ഉള്ള പടം കൂടിയാണിത്. കുട്ടികൾ എങ്ങനെയാകണം, ടീച്ചേഴ്സും പേരൻസും അവരെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് വളരെ നല്ല ഒരു മെസ്സേജ് ഈ പടത്തിലിരിപ്പുണ്ട്. ഞാൻ ഈ പടം കാണാൻ പോകുമ്പോൾ തന്നെ ഫാമിലിയിലുള്ള പലവരും 2-ാം തവണയൊക്കെയാണ് ഈ പടം കാണാൻ എൻ്റെ പിന്നാലെ പോന്നിട്ടുള്ളത്. അതായത് പിന്നെയും കാണാം എന്നുള്ളൊരു തോന്നൽ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നിയിട്ടുണ്ട്. അതിനർത്ഥം ഈ പടം മിക്കവാറും 100 കോടി ക്ലബ്ബൊന്നുമല്ല, അതിൻ്റെ മുകളിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കയറിപ്പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുഡോസ് മീഡിയ ടീമിനെ കുറിച്ചും എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അമീന്, നിഹാൽ, നിബ്രാസ്, ഷഹബാസ് ഇവരൊക്കെ എങ്ങനെയാന്ന് പറയാ, അടിച്ച് മിന്നി തകർത്തിട്ടുണ്ട് ഈ പടത്തിൽ. വാഴ 1-ല് ഹെയ്ബനാനി ആണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഹാഷിറിന്റെ പ്രണയഗാനം തന്നെ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുഡോസ് ടീമും ഹാഷിർ ടീമും കൂടി പടം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട്. പടം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുത്ത് തിയേറ്റർ എക്സ്പീരിയൻസിലിരുന്ന് കാണണം കേട്ടോ. എന്നാൽ തന്നെ ഉള്ളൂ അതിൻ്റെ വൈബ് കിട്ടുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ സിനിമ റിവ്യൂകളും ഇനി മുതൽ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അഭിപ്രായങ്ങളും ലൈക്കും കമൻറ്റും കാണുമെന്ന പ്രതീക്ഷയോടെ ഐ ആം സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.